നമസ്കാരം. നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് ഇന്ന് ക്രിസ്മസ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ ആഘോഷത്തോടെ വരവേറ്റിരിക്കുകയാണ് നാടും നഗരവും. ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടുകൂടി ക്രിസ്മസ് ഭക്തിസാന്ദ്രമായി. വിഭവസമൃദ്ധമായ ഭക്ഷണവും കേക്കുമൊക്കെയായി ആഘോഷം ഗംഭീരമാക്കി നാട്. കപ്പൂരിൽ ടോറസ് ലോറി റോഡരികിലെ വീടിനോട് ചേർന്ന താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ് അപകടം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തിങ്കളാഴ്ച പുലർച്ചെ 6 മണിയോടെ തിരുത്തിങ്ങൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു അപകടം. തൃപ്രയാർ ഭാഗത്തേക്ക് മണ്ണ് കൊണ്ടുപോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അമിത ഭാരം മൂലം റോഡരികിടിഞ്ഞ് വെൺമരത്തിൽ വീട്ടിൽ മുഹമ്മദിന്റെ വീടിന്റെ പറമ്പിലെ താഴ്ചയിലേക്ക് ലോറി മറിയുകയായിരുന്നു. 10 അടിയിലേറെ താഴ്ചയിലേക്ക് തലകീഴാണ് ലോറി മറിഞ്ഞത്. അപകടം നടന്ന സ്ഥലത്തിനോട് ചേർന്നാണ് മുഹമ്മദിന്റെ വീടുള്ളത്. അല്പം മാറി അപകടം നടന്നതിനാൽ ലോറി വീടിനു മുകളിലേക്ക് മറിയാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ തലനാരിഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടതെന്ന് മുഹമ്മദ് പറയുന്നു. വീട് കുട്ടികളും മക്കളൊക്കെ പോയിരുന്നു. അത് പഠിച്ചാൽ ഒരു കാവലും ഇങ്ങോട്ട് മറിഞ്ഞു. അങ്ങനെ വർക്കത്തിൽ പെട്ടു. പച്ചപ്പാട് ഇഷ്ടപ്പെടങ്ങൾ വന്നു നോക്കി. എത്ര മണിക്കായിരുന്നു സംഭവം? ഒരു 5-5 മണിക്കുള്ളൂ. ലോറിയുടെ ഇന്ധന ടാങ്ക് പൊട്ടിയതോടെ ഡീസലും വാഹനത്തിൽ നിന്ന് ചോർന്നു. അപകടത്തിൽ ടോറസ് ലോറിയുടെ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്തെത്തി. പ്രദേശത്തെ അനിയന്ത്രിതമായ മണ്ണെടുപ്പ് മൂലം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വളരെ നാളുകളായിട്ട് ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മണ്ണെടുത്തു പോകുന്നത്. വളരെ അത്ഭുതകരമായിട്ടാണ് ഈ പാവപ്പെട്ടൊരു കുടുംബം ഇന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു 1.5 മീറ്റർ മാറിയായിരുന്നു ആ വീട്ടിലേക്ക് ഇത് ടോറസ് മറിയുന്നതെങ്കിൽ ആ കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളും മരണപ്പെടാൻ അതിദാരുണമായ ദുരന്തത്തിന് ഇടവരുമായിരുന്നു. അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഒരു കാവൽ കൊണ്ട് മാത്രമാണ് ആ കുടുംബം രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത് അധികൃതരുടെ മുൻപിലേക്ക് എത്തിക്കുക, അവരിതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പല തവണ പൊതുജനങ്ങൾ ഇടപെട്ടിട്ടും യാതൊരുവിധ നടപടികളെടുക്കാത്ത ഇവിടുത്തെ സർക്കാരിൻ്റെ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഇത് എത്തിക്കുന്നത്. കപ്പൂർ അന്തിമഹാകാളൻ ക്ഷേത്ര പരിസരത്തെ കുന്നിൽ നിന്നായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറി മണ്ണ് കൊണ്ടുപോയിരുന്നത്. കുന്നിടിക്കൽ മൂലം റോഡ് തകർച്ചയും ചളിക്കെട്ടും വലുതും ചെറുതുമായ അപകടങ്ങളും പ്രദേശത്ത് പതിവാണ്. ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. കരിമ്പ കോട്ടപ്പാടം റോഡിൽ കാറുകൾ കൂട്ടിയിടിച്ച് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം നടന്നത്. കോട്ടപ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലിടിച്ച് പാടത്തേക്ക് മറിയുകയായിരുന്നു. കാർ യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ നാട്ടുകാരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി മരുതൂർ സ്കൂളിൽ നാട്ടുകാരുടെ യോഗം ചേർന്നു. ജനകീയ പ്രക്ഷോഭ സമിതിക്ക് രൂപം നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂർ തൊണ്ടിയന്നൂരിൽ കരിങ്കൽ ക്വാറി തുടങ്ങുവാനുള്ള നീക്കത്തെ തടയുവാനാണ് നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരുതൂർ LP സ്കൂൾ വെച്ചായിരുന്നു യോഗം ചേർന്നത്. പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകളുള്ളവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. കോറി പ്രക്ഷോഭ സമിതിക്കും യോഗത്തിൽ രൂപം നൽകി. വാർഡ് മെമ്പർ UT മാലിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP ഉണ്ണികൃഷ്ണൻ, P പ്രസന്ന, പഞ്ചായത്ത് അംഗങ്ങളായ VT ഷിഹാബ്, N റസാഖ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM നാരായണൻ, വിജയൻ പൂവക്കോട്, PM വാസുദേവൻ, E ഗോപിനാഥൻ, VK സേതലവി, NP ഹരികൃഷ്ണൻ, ET ഉസ്മാൻ, TV രഞ്ജിത്ത്, സതീഷ് ശോഭാനം, രഞ്ജിത്ത് കുണ്ടോട്ടിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. AM നീരജിനെ ചെയർമാനായും ഗോപി പൂവക്കോട് കൺവീനറായും PM സിദ്ദിഖ് ട്രഷററുമായുള്ള ആക്ഷൻ കമ്മിറ്റിക്കാണ് രൂപം നൽകിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി പള്ളിയിൽ യേശുവിന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി. സുത്തറ പ്രാർത്ഥന, പാതിരാ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്മസിന്റെ ഏറ്റവും അനുഗ്രഹകരമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേകമൊരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി തീജ്വാലയ്ക്ക് തീ കത്തിച്ചു.
സുഗന്ധദ്രവ്യം, കുന്തിരിക്കം വൈദികനും വിശ്വാസികളും തീജ്വാലയിൽ സമർപ്പിച്ച എല്ലാവരും തീജ്വാലയെ വണങ്ങി. മദ്ബഹായിലെ 4 ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു. വികാരി എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസ നേർന്നു. സ്നേഹവിരുന്നുമുണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴി, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചു. രാത്രി എക്യുമെനിക്കൽ കരോൾ ഗാനസന്ധ്യ ഷാൻലി ലിയോ 2023 നടന്നു. ഞായറാഴ്ച സുറിയാനി ചാപ്പൽ അങ്കണത്തിൽ ഇടവകയ്ക്ക് കീഴിലുള്ള വിവിധ കുടുംബ യൂണിറ്റുകൾ പങ്കെടുത്ത പുൽക്കൂട് മത്സരത്തിൽ അങ്ങാടി മോർ അത്താനാസിയോസ് കുടുംബ യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം സെന്റ് ജോർജ് കുടുംബ യൂണിറ്റും 3ാം സ്ഥാനം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കൊരട്ടിക്കര കുടുംബ യൂണിറ്റും കരസ്ഥമാക്കി. വിജയികൾക്ക് ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയുടെ അധ്യക്ഷതയിൽ ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരിൽ നിന്നും കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. നിരവധി വിശ്വാസികൾ പുൽക്കൂട് കാണാൻ പള്ളിയിലെത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. ബഡ്സ് സ്കൂളിലേക്ക് വീൽചെയർ സമ്മാനിച്ച് പരുതൂർ കുളമുക്ക് AM LP സ്കൂളിലെ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം. കുട്ടികൾ സ്വരൂപിച്ചു വെച്ച തുക ഉപയോഗിച്ചായിരുന്നു വീൽചെയർ നൽകിയത്. പരുതൂർ കുളമുക്ക് AM LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷം പരുതൂർ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ആഘോഷിച്ചത്. സ്കൂളിലെ 2ാം ക്ലാസ്സുകാർ ബഡ്സ് സ്കൂളിലേക്ക് വീൽചെയറും സമ്മാനമായി നൽകി. കുട്ടികൾ സ്വരൂപിച്ചു വെച്ച തുക ഉപയോഗിച്ചാണ് വീൽചെയർ വാങ്ങിയത്. ക്രിസ്മസ് സമ്മാനമായി ബഡ്സ് സ്കൂളിലേക്ക് ഈ വീൽചെയർ സമ്മാനിക്കുകയായിരുന്നു. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടി ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും PTA ഭാരവാഹികളുമെല്ലാം ചേർന്ന് ബഡ്സ് സ്കൂളിലേക്ക് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശിവശങ്കരൻ, സ്കൂൾ പ്രധാനാധ്യാപിക അനിത, അധ്യാപിക സവിത, MPTA ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ചും പാട്ടുപാടിയും മിഠായി വിതരണം ചെയ്തുമായിരുന്നു ക്രിസ്മസ് ആഘോഷം കൊണ്ടാടിയത്. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് വീൽചെയർ നൽകുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് 2ാം ക്ലാസ്സിലെ അധ്യാപിക സവിത വിശദീകരിച്ചു. അടുത്ത ജനുവരി മാസത്തിൽ പഠിപ്പിക്കേണ്ട ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ലേണിംഗ് ഔട്ട്കമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ നിറയെ മിഠായികൾ, പെൻസിലുകൾ ഒക്കെ വാങ്ങി ധാരാളം കാശ് വെറുതെ കളയുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർമാർക്ക് ഗിഫ്റ്റ് തരിക പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ ടീച്ചർമാർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് വേണ്ടാത്ത കാര്യമൊന്നല്ല, അവരുടെ സന്തോഷമാണ്. എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾക്ക് വെറുതെ കാശ് ചെലവാക്കുന്നതിലും നല്ലത് ആ കാശുകളൊക്കെ നമ്മൾ കൂട്ടിവെച്ച് ഇത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്ന് ഞാൻ അവർ പറഞ്ഞ് സാവധാനം അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലായില്ല ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് ഇത് ആവശ്യം, ആർക്കാണ് ഇത് നമ്മൾ കൊടുക്കുക, പാവപ്പെട്ടവർക്കാണോ അല്ലെങ്കിൽ വേറെ ആർക്കാണ് നമ്മൾ കൊടുക്കുക, ടീച്ചറെ വീട്ടിലേക്ക് ഭിക്ഷയ്ക്ക് വരുന്ന ആൾക്കാർക്കാണോ? അങ്ങനെ സംസാരിച്ച സമയത്താണ് കുട്ടികളോട് സാവധാനം പറഞ്ഞ് കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ വീൽ ചെയറിൽ ഇരുന്ന് സ്കൂളിൽ വന്നിട്ട് പേപ്പർ പെൻസിൽ വിൽക്കുന്ന ഒരാളുടെ ചിത്രം കാണിച്ചു കൊടുത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം നമ്മുടെ പരുതൂർ പഞ്ചായത്തിൽ ഒരു ബഡ്സ് സ്കൂളുണ്ട്, അവിടെ ഇപ്പോൾ ഒരു വീൽ ചെയറിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ടീച്ചർ അറിഞ്ഞത്, അങ്ങോട്ട് കൊടുത്താലോ എന്ന തരത്തിൽ കുട്ടികളോട് സംസാരിച്ചത്. വളരെ സന്തോഷം എന്ന് പറയട്ടെ, എൻ്റെ എല്ലാ രക്ഷിതാക്കളും ഇതിൽ വളരെ ആക്റ്റീവായിട്ടാണ് ഈ ഒരു കാര്യത്തോട് പ്രതികരിച്ചത്. ചെറിയ കുട്ടികൾ വളരെ വലിയ കാര്യമാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലൂടെ നടപ്പാക്കിയതെന്ന് PTA ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപഹാരം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതിന് കുട്ടികൾക്കും അതുപോലെ തന്നെ അതിന് മുൻകൈ എടുത്ത നമ്മുടെ സബിത ടീച്ചർ, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ, മറ്റ് അധ്യാപകർ എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഈ ക്രിസ്മസ് വേളയിൽ ഇങ്ങനെ ഒരു സമ്മാനം നൽകിയതിന് കുട്ടികളെ പ്രത്യേകം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കുട്ടികളെല്ലാവരും കൂടി പൈസ സ്വരൂപിച്ച് വെച്ചു. ആ സ്വരൂപിച്ച് വെച്ച പൈസ കൊണ്ടാണ് ഒരു വീൽ ചെയർ വാങ്ങി സമൂഹത്തിൽ വളരെ പ്രയാസപ്പെടുന്ന കുട്ടികളായ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി
ഒരു വീൽ ചെയർ വാങ്ങി അവരെ കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് സ്കൂളിലെ കുളമുക്ക് AMLP സ്കൂളിലെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന് ചേലക്കര മണ്ഡലത്തിൽ സ്വീകരണം നൽകി. മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് നിന്ന് ആരംഭിച്ച മാർച്ച് ചെറുതുരുത്തിയിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ AM നൌഫൽ, വൈസ് ക്യാപ്റ്റൻ നൌഷാദ് തെരുവത്ത്, ഡയറക്ടർ KK സക്കരിയ, കോർഡിനേറ്റർ AV അലി, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ സാബിർ കടങ്ങോട്, അസീസ് മന്ദലാകുന്ന്, TA ഫഹദ്, PJ ജഫീഖ്, സജീർ പുന്ന എന്നിവരുടെ നേതൃത്വത്തിൽ വാഴക്കോട് നിന്ന് തുടങ്ങിയ മാർച്ച് ചെറുതുരുത്തിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK സൈദലവി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ജനറൽ സെക്രട്ടറി PM അമീർ, EP കമറുദ്ദീൻ, PM റഷീദ് മാസ്റ്റർ, റാഫി അണ്ടത്തോട്, MSS ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ, ജനറൽ സെക്രട്ടറി ഷഫീഖ് TK, ട്രഷറർ CA സൽമാൻ എന്നിവർ സംബന്ധിച്ചു. ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആരൂപ സമാഹരിച്ച് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പു നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് സമാഹരിച്ച പണം, ആ പണം കൊണ്ട് ക്ഷേമ പെൻഷൻ നൽകാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനും കഴിഞ്ഞോ? ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ഈ പണമൊക്കെ എവിടെ പോയി എന്ന് പറയാൻ ഇവർക്ക് ബാധ്യതയില്ലേ? 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി. സംഗമമൊരുക്കിയത് 1990-91 SSLC പൂർവ്വ വിദ്യാർത്ഥികൾ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1990-91 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് വീണ്ടും സ്കൂളിൽ സംഗമിച്ചത്. 3 പതിറ്റാണ്ടിന് ശേഷമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. പട്ടാമ്പി സൗഹൃദക്കൂട്ട എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സീരിയൽ ആർട്ടിസ്റ്റ് കിഷോർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടെ പറഞ്ഞുപോയി, ഒരു ഫ്ലെക്സ് അടിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണം ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ മനസ്സിലായി ഈ മമ്മൂക്കോയ നമ്മുടെ പട്ടാളം സിംഗിൽ കയറുക ഒരവസ്ഥ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട്, ഏകദേശം പെട്ട്. അപ്പൊ പിന്നെ എന്തായാലും അതിലേക്ക് ചേരാന്നല്ലോ ഉള്ളൂ. അപ്പൊ രാമചന്ദ്രന് വലിയൊരു നന്ദിയുണ്ട്. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്കും വളരെ നന്ദി ഞാൻ അറിയിക്കണം. കാരണം ഇതുപോലെ ഇനി കുറേ അവസരങ്ങൾ വരും. കാരണം ചൂസ് ചെയ്ത മേഖല ആക്ടിങ് ആണ്. അപ്പം എനിക്ക് ഇനിയും കൂടുതൽ ഇങ്ങനത്തെ പ്രോഗ്രാം വരുമ്പോൾ ആൾക്കാർക്ക് ജാടയാണ്, സത്യം പറഞ്ഞ പേടിയാണ്, ജാടയാണ്. പേടിയോണ്ടാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ എനിക്ക് ഇത്ര ടെൻഷനില്ല. ഇപ്പോഴും ഞാൻ കുറച്ചുകൂടെ പറയണം. ഇതിന് മുമ്പ് വരുമ്പോഴും ഞാൻ ഒരു കാറിൽ ഇരുന്നിട്ടായാലും വലിയൊരു സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഇവിടെ എന്താ പറയേണ്ടത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായാലും ഭയങ്കര കമ്പനിയാണ്, അത് കുറച്ചുകൂടി ഫ്രീ ആണ്. അപ്പം ഈ 33 വർഷത്തിന് ശേഷം ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങളെ സംഘടിപ്പിച്ചതിന് വലിയൊരു ആശംസകൾ നേരെയാണ്. കാരണം ഞങ്ങൾക്കോലും 10ാം ക്ലാസ്സിന്റെ റിയൂണിയൻ വെച്ചിട്ടുണ്ടെങ്കിൽ 5 പേര് മാക്സിമം 15 പേരൊക്കെ വരാറുള്ളൂ. കാരണം ഇവിടുത്തെ പഠിച്ച ആ മേഖലയിലേക്ക് തിരിയണോണ്ടാണ്. കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ തിരുവേഗപ്പുറ ബാലഗോപാൽ നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ CA സാജിദ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ K വിജയൻ, പ്രധാനാധ്യാപിക T രാധ, PTA പ്രസിഡന്റ് KMA ജലീൽ, ഡോക്ടർ സാജൻ, അഡ്വക്കേറ്റ് സിനി, ഡോക്ടർ നൌഫൽ, ഹുസൈൻ തട്ടത്താഴത്ത്, KP ഷാഹിന, ഹജി പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഷംസുദ്ദീൻ, ഹിള്ളർ, ബാലഗോപാൽ, പമ്പാവാസൻ, രാജേഷ് ബാബു, സായി ഗിരീഷ്, വാഹിദ് കാര്യാട്ട്, മംഗളാദേവി, പ്രഭാകരൻ, പ്രേംകുമാർ, ബിന്ദു, നസീമ, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സ്നേഹാദര സമർപ്പണം നിർവഹിച്ചു. പൂർവ്വ അധ്യാപകരെയായിരുന്നു ചടങ്ങിൽ ആദരിച്ചത്. കലാപരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഷാനവാസ് ബാബു അധ്യക്ഷനായിരുന്നു. MK രാമചന്ദ്രൻ, രേഖ, CV പ്രകാശൻ, ഷാജിദ്, കിള്ളർ, ഭാഗ്യലത തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജനുവരി 3 നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് BJP കപ്പൂർ മണ്ഡലം നേതൃയോഗം ചേർന്നു. യോഗം BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ K നാരായണൻകുട്ടി, രതീഷ് E, മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു V, ചന്ദ്രൻ KP, സുരേന്ദ്രൻ TV, സുധീഷ് കുറുപ്പത്ത്, മണ്ഡലം സെക്രട്ടറി ലക്ഷ്മി ഗോപാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നവമാധ്യമ കാഴ്ച. ക്രിസ്മസ് കാലമായാൽ പിന്നെ എവിടെ നോക്കിയാലും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ക്രിസ്മസ് പാപ്പമാരുടെ വേഷം വേറെയും. എന്തായാലും ഇതെല്ലാം കണ്ട് അണിഞ്ഞൊരുങ്ങി റോഡിലെ താരമാവുകയാണ് ഇക്കൂട്ടരും. സിജോ ജെറുസലേം നൽകിയ ദൃശ്യം.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.